താരൻ, മുടി കൊഴിച്ചിൽ, മുടി പൊട്ടിപ്പോവുക ഇതൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് പറ്റിയൊരു എണ്ണയാണ് കേട്ടോ ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. അനശ്വരം ഹെയർ ഓയിൽ. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നല്ലതാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ റിവ്യൂ പറയുന്നത് കേട്ടോ. എൻ്റെ മോളുടെ തലയിൽ താരനാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അത്യാവശ്യം തലയിൽ അവളുടെ താരനുണ്ട് ഇപ്പോൾ. ഈ എണ്ണ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവൾക്ക് നല്ല മാറ്റമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും ഇത് പറഞ്ഞു തരുന്നത്. ഈ ഹെയർ ഓയിൽ വളരെയധികം നാച്ചുറലാണ് കേട്ടോ. ഒരു കെമിക്കലും ചേർക്കുന്നില്ല. പച്ചമരുന്നുകളും അതുപോലെ തന്നെ ഒരുപാട് തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നല്ല മണമാണ് കേട്ടോ. കുറച്ച് ഓയിൽ നമ്മൾ കയ്യിലെടുത്തിട്ട് സ്കാൽപ്പിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കുക. താരനുള്ള ഭാഗത്ത് നന്നായി തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഇത് താരൻ പോകാൻ മാത്രമല്ല മുടി നന്നായി തഴച്ച് വളരാനും അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകുന്നതിനൊക്കെ വളരെയധികം ബെസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇത് ഒരു വട്ടമെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പറയൂ എങ്ങനെയുണ്ടെന്ന്. പിന്നെ ഏതൊരു ഓയിലും നമ്മൾ 2 ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിർത്താൻ പാടില്ല. അത് തുടർച്ചയായിട്ട് തേച്ചുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. അല്ലാണ്ട് ഒരു ദിവസം തേച്ചിട്ട് അയ്യോ എനിക്കിത് റിസൾട്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾക്ക് ഇത് തുടർച്ചയായി തേച്ച് കഴിഞ്ഞാൽ നല്ല മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള അവളുടെ മുടിയാണ് കേട്ടോ കാണുന്നത്. ആ താരൻ ഫ്രണ്ടത്തൊക്കെ നന്നായി പോയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മാറ്റമാണ്. അതുപോലെ മുടി നന്നായി കറുത്ത കളർ വരാനും നന്നായി സാധിക്കും കേട്ടോ ഇത് തേച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അമ്മയാണ് അവൾക്ക് എന്നും ഇങ്ങനെ എണ്ണ തേച്ച് കൊടുക്കുക. മുടി ഏറ്റവും കൂടുതൽ സ്കാൽപ്പിൽ തേച്ചാലാണ് നന്നായി വളരുള്ളൂ കേട്ടോ. പിന്നെ ഒരുപാട് പേര് ഇൻബോക്സിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. മോളുടെ മുടിയിൽ ഏത് എണ്ണയാണ് തേക്കുന്നത്, എങ്ങനെയാണ് മോൾക്ക് ഇത്ര മുടി വന്നത്, മുടി പൊട്ടിപ്പോവാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, താരൻ മാറാൻ എന്താണ് ചെയ്യേണ്ടത്, മുടി വളരാൻ എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കുള്ള ഒരു ഉത്തരം ഈ വീഡിയോയിലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അവരുടെ പേജ് തന്നെ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരുപാട് പേര് റിസൾട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഇത് വാങ്ങി നോക്കൂ കേട്ടോ. അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും എല്ലാ കാര്യങ്ങളും അതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഒരു 15-20 മിനിറ്റോളം ഇത് എണ്ണ നന്നായി തേച്ച് കഴിഞ്ഞിട്ട് മൈൽഡ് ഷാമ്പു, അതായത് ബേബി ഷാമ്പു ഉപയോഗിച്ചിട്ടൊക്കെ കഴുകി കളയാവുന്നതാണ് കേട്ടോ. അപ്പോൾ അധികം ഇങ്ങനെ എണ്ണ ഇങ്ങനെ പറ്റി പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇപ്പോൾ മോള് റീസെൻ്റ്ലി യൂസ് ചെയ്യുന്ന എണ്ണ, അനശ്വരം ഹെയർ ഓയിൽ. ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാനിവിടെ മെൻഷൻ ചെയ്തിടാം. അതുപോലെ തന്നെ അവരെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പറും ഇവിടെ മെൻഷൻ ചെയ്തിടാം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പോയി വാങ്ങിക്കോളൂ. നല്ലൊരു എണ്ണയാണ്. നിങ്ങൾക്ക് 100% വിശ്വസിച്ച് വാങ്ങാവുന്നതാണ്. ഒരു കെമിക്കലും ചേർക്കാത്ത എണ്ണയാണ് കേട്ടോ. അപ്പോൾ മോളുടെ മുടി നന്നായിട്ട് തന്നെ അത് മാറ്റം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ്, അല്ലാണ്ട് മാറ്റമില്ലാതെ നമ്മൾ വെറുതെ ഒരു ഹെയർ ഓയിലിനെ പ്രൊമോട്ട് ചെയ്യല്ല. നന്നായി മാറ്റമുള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ. അവളുടെ ഈ റിസൾട്ട് വന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇതാ കണ്ടോ, അമ്മ മുടിയൊക്കെ കെട്ടി വെച്ച് കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഹെയർ വാഷ് ചെയ്ത് കളഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ.